ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റുകയും അവരെ ബലപ്രയോഗം നടത്തി വിവാഹം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും. ഭാരതം ആ നിലയ്ക്കെത്താൻ അധികം താമസമില്ല എന്ന നിരീക്ഷണവുമായി കോടതി ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ഹിന്ദു പെൺകുട്ടിയെ പ്രണയത്തിൽ കുടുക്കി മതം മാറ്റിയ കേസിൽ മുഹമ്മദ് ആലിമിന് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുകയാണ് കോടതി. ബറേലിയിലെ ഫസ്റ്റ് ട്രാക്ക് കോടതിയാണ് മുഹമ്മദ് ആലിമിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി ഒരു പ്രത്യേക മതത്തിലെ ചില അരാജകത്വ ഘടകങ്ങൾ ഇന്ത്യക്കെതിരെ ആധിപത്യം സ്ഥാപിക്കുകയാണെന്നും വിധി പറയവേ കോടതി വ്യക്തമാക്കി. ഇത് ഗൂഢാലോചനയിൽ വിദേശ ധനസഹായം ഇല്ലെന്ന് തള്ളിക്കളയാനാവില്ല. ഇത് ചെയ്യുന്നത് രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. 2022 ഹിന്ദുവാണെന്ന് പറഞ്ഞ് ആലം ഹിന്ദു യുവതിയുമായി അടുത്തത്. താൻ ഹിന്ദുവാണെന്ന് പെൺകുട്ടിയെ ബോധ്യപ്പെടുത്തുകയും തുടർന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് ആലം മുസ്ലിമാണെന്ന് മനസ്സിലാക്കിയ യുവതിയെ അശ്ലീല വീഡിയോ വൈറലാക്കുമെന്നും കൊലപ്പെടുത്തുമെന്നും മുഹമ്മദ് ആലം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. തുടർന്നാണ് യുവതി ആലത്തിനെതിരെ പോലീസിനെ സമീപിച്ചത്. 2009 മധ്യത്തിലാണ് മലയാളികൾക്ക് അത്ര പരിചയമല്ലാതിരുന്ന ലവ് ജിഹാദ് എന്ന പദം കേട്ടു തുടങ്ങുന്നത്. ആ മുസ്ലിം യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദമാണ് ലവ് ജിഹാദ്. ലവ് ജിഹാദ് വഴി ദക്ഷിണ കർണാടകയിൽ 3000 ഹിന്ദു പെൺകുട്ടികളും കർണാടകയിലുടനീളം 30,000 പെൺകുട്ടികളും തിരോധാനം ചെയ്യപ്പെട്ടു എന്ന് ഹിന്ദു ജനജാഗൃതി സമിതി ആരോപിച്ചിരുന്നു. തുടർന്ന് ഈ ആരോപണത്തെക്കുറിച്ചുള്ള ദക്ഷിണ കർണാടക പോലീസ് ഔദ്യോഗിക വിശദീകരണം നൽകുകയുണ്ടായി. 2009 സെപ്റ്റംബർ അവസാനം വരെ 404 പെൺകുട്ടികളെ മാത്രമാണ് കാണാതായതായി റിപ്പോർട്ട് ചെയ്തത്. അതിൽ 332 പേരെ കണ്ടെത്തിയതായും വിശദീകരിക്കപ്പെട്ടു. അവശേഷിക്കുന്ന 57 പേരിൽ വിവിധ മതക്കാർ ഉൾപ്പെടുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നവരുടെ സംഭവങ്ങൾ നിരവധിയായി നടക്കുന്നു. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. സ്വന്തം ഭർത്താവ് 12ഓളം സ്ത്രീകളെ മതം മാറ്റി നിക്കാഹ് ചെയ്തെന്ന പരാതിയുമായി യുവതി രംഗത്തെത്തിയിരുന്നു. ഫിറോസ് ആലം 12 സ്ത്രീകളെ വിവാഹം കഴിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തുവെന്നാണ് യുവതി പരാതിയിൽ പറഞ്ഞത്. 1992 ഫിറോസ് തന്നെ വിവാഹം കഴിച്ചതായി യുവതി പരാതിയിൽ പറയുന്നുണ്ട്. താൻ രണ്ടാം ഭാര്യയാണെന്നും ക്രിസ്ത്യൻ വിശ്വാസിയാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഫിറോസിന്റെ വീട്ടിൽ നിലവിൽ 4 ഭാര്യമാരുണ്ട്. തന്നെയും മതം മാറാൻ നിർബന്ധിക്കുകയായിരുന്നു എന്നും യുവതി വെളിപ്പെടുത്തി. കൂടാതെ പ്രായപൂർത്തിയാകാത്തവരും പാവപ്പെട്ടവരുമായ ഹിന്ദു കുട്ടികളെ പ്രണയത്തിലാക്കി മതം മാറ്റുന്നവർക്കെതിരെ പല ഹൈന്ദവ സംഘടനകളും രംഗത്തെത്തിയിരുന്നു. മുസ്ലിം യുവാക്കൾക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലവ് ജിഹാദിന്റെ ഇരകളാക്കുകയാണെന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അധ്യക്ഷ ഡോക്ടർ ഗീത ഗന്നിയും പറഞ്ഞിരുന്നു. വർദ്ധിച്ചു വരുന്ന ലവ് ജിഹാദ് കേസുകൾ അംഗീകരിക്കുന്നതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ കുസുമവും പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിധി ഇത്തരക്കാർക്ക് ഒരു പാഠമായിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.